നല്ല പുളിയുണ്ട് ഈ സാധനം. നമ്മൾ വിചാരിച്ചതിനേലും പുളിയാണ് കേട്ടോ. 365 ദിവസവും ഓറഞ്ച് ഉണ്ടാവണം. സെയിം ഓറഞ്ച് തന്നെ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. നമുക്കിതിന് ഇത് പാത്രത്തിലോട്ട് പിഴിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്നതുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ 365 ദിവസവും കായ്ക്കുന്ന പറയണ ഓറഞ്ച്. ഇതാണ് ബുഷ് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിന് കാര്യം ഒരു പ്രശ്നമുള്ളത് നല്ല പുളിയാണ്. നമുക്ക് സാധാരണ കഴിക്കുന്ന പോലെ ഓറഞ്ച് കഴിക്കുന്ന പോലെ ഇത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ വെള്ളം കലക്കാനും ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഈ മരം എന്ന് പറയണത് ഒരു 10-11 വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ. ഇത് ബുഷായിട്ട് തന്നെയാണ് നിൽക്കണത്. നമ്മിങ്ങനെ അങ്ങനെ നിർത്തിയേക്കാണ് ഇതിനെ കേട്ടോ. നന്നായിട്ട് മുകളിലേക്കൊന്നും പോയിട്ടില്ല. ജസ്റ്റ് എനിക്ക് കൈ എത്തിക്കാവുന്നിടത്ത് മാത്രമാണ് ഇതുള്ളത് കേട്ടോ. പക്ഷെ നന്നായിട്ട് പൂക്കണുണ്ട്. നന്നായിട്ട് പൂക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പൂ വന്നത് കണ്ടോ. ഈ പൂ വന്ന് പിന്നെയുള്ള സ്റ്റേജ് ഇങ്ങനെ ചെറിയ ഓറഞ്ചുകളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെറിയ ഓറഞ്ചായിട്ട് ഇത് നിറച്ചും കൊലകുലയായിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇവിടെ റമദാൻ മാസമാകുമ്പോൾ വെള്ളമൊക്കെ കലക്കാനായിട്ട് ഞങ്ങൾ നാരങ്ങ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അതന്നെയല്ല, ഇപ്പോൾ ആര് വന്നാലും നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓറഞ്ച് പൊട്ടിച്ച് പിഴിഞ്ഞ് കൊടുക്കണത്. പിന്നെ ഇവിടെ നിന്ന് ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആര് വന്നാലും ഈ ഓറഞ്ച് പൊട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം മേടിച്ച് എല്ലാവരും വീട്ടിൽ വെക്കണം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മധുരമുള്ള ഓറഞ്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതൊന്ന് നോക്കണമെന്നും മേടിച്ച് വെക്കണമെന്നും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ സ്റ്റേജിലെത്തും സാധാരണ ഓറഞ്ചിൻ്റെ പഴുത്ത ഓറഞ്ചിൻ്റെ സ്റ്റേജിലെത്തും ഇത്. എന്നിട്ട് നമുക്കിത് പൊട്ടിക്കാവുന്നതാണ് കേട്ടോ. പച്ച ഇതായാലും ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാവുന്നതാണ് കേട്ടോ, നാരങ്ങ പിഴിയാനൊക്കെ. പിന്നെ ഞാൻ ചെയ്യണത് അച്ചാറിടും. അതായത് നമ്മൾ ഈ ഓറഞ്ച് പൊട്ടിച്ചിട്ട് ഓറഞ്ചും ഈന്തപ്പഴവും കൂടിയിട്ട് നമ്മിങ്ങനെ അച്ചാറിട്ട് കൊടുക്കും കണ്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണില്ല എന്നുള്ളതാണ് വാസ്തവം. അടിവളം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല്ല ചെടികൾക്ക് വല്ല ജൈവവസ്തുക്കൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ വല്ലപ്പോഴും ഇതിന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നനച്ച് കൊടുക്കും കേട്ടോ. ചെടികൾക്ക് നനയ്ക്കുമ്പോൾ ഡെയിലി നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈ പിടിക്കണില്ല. ഇതിൻ്റെ കൊമ്പൊടിച്ച് കുത്തിയാലൊന്നും പിടിക്കില്ല. ഇനിയിപ്പോൾ ഇത് ലെയറിങ് ചെയ്ത് നോക്കണം. ലെയറിങ് ചെയ്ത് നോക്കിയാൽ പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഇതും കൂടി നടത്തി നോക്കണം, ലെയറിങ് നടക്കുമെന്നുള്ളത്. ഇനി അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാനുള്ളൂ. പിന്നെ നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ നമുക്കിത് വെള്ളം കലക്കി കൊടുക്കാൻ, ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയൂട്ടോ. ഇതിൻ്റെ വേരിൻ്റെ വണ്ണെന്ന് പറയാനായിട്ട് ഇത് ഇത്രേ ഉള്ളൂ കണ്ടോ. ഇതുമേലാണ് ഈ സാധനം നിൽക്കണത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഓറഞ്ച്. അപ്പോൾ അതേ നമ്മുടെ ഓറഞ്ച് നമ്മുടെ ഓറഞ്ച് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇന്നൊക്കെ നോമ്പിനുള്ളത് കലക്കാനുള്ളതാണ് പൊട്ടിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ എനിക്ക് പറ്റേണ്ട കേട്ടോ. പിന്നെ ആൾക്കാർ വന്ന് നമുക്ക് ആവശ്യമുള്ളവർ വന്ന് വേണമെന്ന് പറയുമ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം ഇതിപ്പോൾ എനിക്ക് ഫുള്ളും വേണ്ട, എന്നുവെച്ചാൽ 2-3 ഒക്കെ മതി. അപ്പോൾ നല്ല പുളിയുണ്ടല്ലോ. ഇതിൽ കൂടെ നമ്മൾ വെറുതെ വെള്ളത്തിൽ പിഴിഞ്ഞ് നാരങ്ങ കലക്കൊണ്ട് കലക്കിയാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, പഞ്ചസാരയിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അച്ചാറിടാനും പറ്റും ഇത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉരിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സാധാരണ ഓറഞ്ച് ഉരിക്കുന്നിട്ടാണ് നമുക്കിത് ഉരിച്ചെടുക്കാം കേട്ടോ. ഉണ്ടോ, ചിലപ്പോൾ നന്നായിട്ട് പഴുത്ത, ചിലപ്പോൾ അത്ര പുളി അനുഭവപ്പെടണില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് മാങ്ങയൊക്കെ തിന്നണാണ്. ഇതാണ് സംഭവം. നമ്മുടെ ശരിക്കും ഓറഞ്ച് തന്നെ ഉണ്ടോ. നമുക്കിങ്ങനെ അല്ലികളായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. നല്ലോണം നീരുമുണ്ട്. ഇതാണ് സാധനം കേട്ടോ. ഇതൊരെണ്ണം മേടിച്ച് വെക്കണം, നല്ലതാണ് കേട്ടോ. വെള്ളം കലക്കാനായിട്ട് നമുക്ക് തിന്നാനായിട്ട് നമുക്ക് വിചാരിക്കേണ്ട നല്ല പുളിയാണ്. നല്ല പുളിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണേലും കൂടുതൽ പുളിയാണ് ഈ സാധനം. ഇതിപ്പോൾ ഞാൻ വെള്ളം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാ കാണിക്കണത്. ഇപ്പോൾ വെള്ളം കലക്കാനായിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് പുതിനൊക്കെ ഇട്ട് അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേ ഞാനിപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഇങ്ങനെയാണ് വരയത്. സാധാരണ നമ്മൾ ഓറഞ്ച് ഇതിങ്ങനെ പിഴിയുമ്പോൾ കണ്ടോ നല്ലോണം നീരുണ്ട്. ഇതിലൂടെ നമ്മൾ സാധാരണ ഓറഞ്ച് പോലെ തന്നെ എല്ലാം പോന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ രീതി കേട്ടോ. ചെയ്യണ രീതി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ.
ഇനി നമുക്കിത് മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നോമ്പിനൊക്കെ ചെയ്യണത് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. ചിലവർ രണ്ടും മിക്സ് ചെയ്തിടും. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മി ഇത് പാത്രത്തിൽ ചെയ്ത് കാണിച്ചത് കേട്ടോ.